ചുമ്മാ അവളെ പിടിച്ച് അതിനാ നോക്കട്ടെ ചുമന്നോ നോക്കട്ടെ. ആ ചുമന്ന് തുടുത്ത് കൈ അങ്ങ് ഒടിഞ്ഞു. അവളറിഞ്ഞാലും കാര്യമുണ്ട്, അത്ര ഓവറാക്കേണ്ട ആവശ്യമൊന്നുമില്ല ചേച്ചി. ഓവറാക്കേണ്ട കാര്യമില്ലെന്നാ. അല്ലെങ്കിലും കൊച്ചി ഇവിടെ നിൽക്കുന്നതേ പാറുവിന് വലിയ താല്പര്യമൊന്നുമില്ല. 2-3 ദിവസമായി ഞാൻ ശ്രദ്ധിക്കുന്നു. പണ്ടത്തെ ചില കൂട്ടുകുടുംബത്തിലെ മാമാരുണ്ടല്ലോ കാരണവന്മാര്, എന്തെങ്കിലും ഒരു ചെറിയ വിഷയം കിട്ടിക്കഴിഞ്ഞാൽ ഊതി 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 വലിയൊരു വിഷയം കഴിക്കളെ. അതെ, ഒരമ്മയുടെ അവസ്ഥ നിനക്ക് പറഞ്ഞാൽ മനസ്സിലാവില്ല. ഓ ലോകത്താദ്യത്തെ അമ്മ. നീ മിണ്ടരുത്. ഈ കൊച്ചിന് എന്തോന്നാണ് നേരം വെളുപ്പത്തോട്ട് കുഴിപ്പളുത്തുവാന്ന്. നിനക്ക് അവിടെ നിന്ന് ഇങ്ങോട്ട് വരണം. എന്തിന് പറയട്ടെ ഞാൻ, നിനക്ക് അവിടെ നിന്ന് ഇങ്ങോട്ട് വരണം, ഇവിടെ നിന്ന് അങ്ങോട്ട് പോകണം, അവിടെ നിന്ന് വീണ്ടും ഇങ്ങോട്ട് വരണം, ഇവിടെ നിന്ന് അങ്ങോട്ട് പോകണം. ഒരുമാതിരി നിന്ന് ട്രിപ്പ് അടിച്ച് കളിക്കണം അങ്ങോട്ടും ഇങ്ങോട്ടും. ചുമ്മാ പോണെങ്കി പോട്ടെ ചേച്ചി, കുറച്ച് സമാധാനം കിട്ടും. അയ്യ, ഇതാരീ പറയുന്നേ? പാറമട വീട്ടിലെ സമാധാനത്തിന്റെ വെള്ളരിപ്രാവാ. നിനക്കറിയോ, ഇവിടേക്കാ കൂടുതൽ ഞാൻ നിന്നെ നോക്കിയിട്ടുണ്ട്. ആ ഇത് നോക്കിയാണ് പറ. അങ്ങനാണെങ്കിലേ കലുവിനെ ഏറ്റവും കൂടുതൽ നോക്കിയത് ഞാനാ. നോക്കിയതല്ല, ഉപദ്രവിക്കുന്നത് നീയാന്ന് പറ. കേശു ഒന്ന് നീക്കേ. ലക്ഷ്മി ചേച്ചിയുടെ മനസ്സിലെ അമ്മയുടെ മനോവ്യഥ മനസ്സിലാക്കിക്കൊണ്ട് ഞാനൊരു കാര്യം സൂചിപ്പിക്കട്ടെയോ? താങ്കൾ സൂചിപ്പിക്കൂ, പക്ഷെ കളിയാക്കേണ്ട ആവശ്യമൊന്നുമില്ല. നേരെ ചൊവ്വ പറഞ്ഞാ മതി. വേണ്ട, മുഖത്ത് നോക്കി ഞാൻ കാര്യം പറയാം. മര്യാദയ്ക്ക് അവരുടെ വല്ല ജോലി നോക്കി ആ മൂലയ്ക്ക് പോയിരിക്കാൻ നോക്ക്. നൈസായിട്ട് തന്നെ മൂലയ്ക്ക് ഇരുത്താനുള്ള പരിപാടിയാണ്. ഇല്ല, ഞാൻ അലമാരിയുടെ മൂലയ്ക്ക് എത്തിയിരുത്താം. അല്ലാണ്ട് ഇവരെന്തോ ഞാൻ പറയണം, കുഞ്ഞു പിള്ളേർ തല്ലുണ്ടാക്കുന്നു, അതിന്റെ ഇടയ്ക്ക് കയറി അതിലും വലിയ കുഞ്ഞു പിള്ളേർ തമ്മിലോട് തല്ലുണ്ടായിക്കൊണ്ടിരിക്കുന്നു. ആണോ ഇല്ലേ ചേച്ചി? അവരുടെ പ്രശ്നം അവര് തീർത്തോളൂ. മോളെ ശിവ, പാറുവിനെ എനിക്ക് അറിയത്തുള്ളൂ. ചില സ്ഥലം കൊടുത്താണ്ടല്ലോ അവള് തലേ കയറി നിരങ്ങും. ചേച്ചിയുടെ എന്തോ പറഞ്ഞിട്ട് അവളെ മാത്രം കുറ്റം പറയുന്നേ? എന്താ ഈ ഇരിക്കുന്ന മുതൽ എന്താ മോശമാണോ? നല്ല തിരിച്ചു പറഞ്ഞിട്ട് ഇവക്കും അറിയാം. പിന്നെ ഈ വീട്ടിൽ വളർന്നിട്ടുള്ള എല്ലാ പിള്ളേരും വലിയ ആൾക്കാരെ പോലെ ചിന്തിച്ചിട്ട് വർത്താനം പറഞ്ഞിട്ട് തന്നെ വളർന്നിട്ടുള്ള. താനൊന്നും ആദ്യം കുറച്ചിട്ട് വായിച്ച് മിണ്ടാണ്ടിരിക്കോ? തന്നെ ഇനിയിപ്പൊ എന്നാ പറ. ഞാൻ പോണു. ചേച്ചിയുടെ കയ്യിൽ പോയിരിക്കാന്ന് എന്റെ കൈന്നല്ല എന്റെ കാലിന്നാണ് പോയിരിക്കണത്. കൈവിട്ടാണ് സൗകര്യമില്ല. കൈവിട്ടാണ്. ഞാൻ ഒരു കാര്യം പറയാം, ഈ എല്ലാ പ്രശ്നങ്ങളുടെ ഇടയിൽ കയറി വലിയ അമ്മച്ചി കളിച്ചാണല്ലോ എന്റെ സ്വഭാവം മാറൂട്ടെ ശിവ. ഞാൻ അവസാനമായിട്ട് പറയാണ്ട് കൈവിട്ടാണ്. ഇല്ല. ഓഹോ, അപ്പൊ താനെന്നെ അടിച്ചതാണല്ലേ? ആണെങ്കി കൊച്ചു പറഞ്ഞത് ശരിയാ. 2 ദിവസം കുഴിപ്പള്ളത്ത് പോയി നിൽക്കുന്നത് തന്നെയാ നല്ലത്. 2 ദിവസം എന്നൊക്കെ പറയും, എന്നിട്ട് നാളെ തന്നെ ഇങ്ങനെ തിരിച്ചു വരരുത്. ഇറങ്ങിക്ക്, ഇറങ്ങ മുറിന്ന് പുറത്തിറങ്ങ്. ഇതപ്പുറത്ത് എല്ലാം പോ. എനിക്ക് ഇച്ചിരി സമാധാനത്തോടെ ഇരിക്കണം. പോയേ ഇരിക്കട്ടെ, വാ പോ. എല്ലാം ഒപ്പിച്ച് വെച്ചിട്ട് കുഴിപ്പളത്ത് പോവാന്നാ. നിന്റെ അടുത്ത് ആരാ പറഞ്ഞ അവളുടെ ഇതിൽ കുത്തിവരയ്ക്കാൻ? ചിരിക്കണം അവള്. ദേഷ്യപ്പെടാനും തോന്നണില്ല. ഫ്ലവേഴ്സ് ഒരുക്കുന്ന കാഴ്ച വസന്തം യൂട്യൂബിൽ പ്രേക്ഷകർക്ക് ലൈവായി കാണാം. ഫ്ലവേഴ്സ് കോമഡിയിൽ ജോയിൻ ചെയ്യൂ, ആസ്വദിക്കൂ.